നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ നെഗറ്റീവിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ അവൾ അവിടെ ടോർച്ചും സംവിധാനമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കുഴപ്പമാണ്. നെഗറ്റീവില് എന്നെയും ശേഖരമേനോനെയാണ് അവള് കണ്ടതെങ്കിൽ അത് കുഴപ്പം തന്നെയാണ്. എന്തു കുഴപ്പം? ആ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ചേച്ചിയുടെ ശേഖരമേനോന്റെയും വിവാഹത്തിന്റെ ഫോട്ടോയുടെ നെഗറ്റീവ് ആണെന്ന് അവക്ക് ആരെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റൂ? എടാ, അവൾക്ക് മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ ആ നെഗറ്റീവ് ഒരു തെളിവായിട്ട് വേണമായിരിക്കാം. പക്ഷെ വിശാലിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവൾക്ക് അതൊരു തെളിവായിട്ട് വേണോ? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. തെളിവില്ലാതെ പാർവതി എങ്ങനെ വിശാലിനെ ബോധ്യപ്പെടുത്തുന്ന ചേച്ചി പറഞ്ഞു വരുന്നേ? എടാ, അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അതാണ്. പാർവതി കാഞ്ഞിരത്തിന്റെ കുരു അരച്ചിട്ട് അത് പാലിൽ ചേർത്തിട്ട് അമൃതാണ്, മധുരമേറിയതാണെന്ന് പറഞ്ഞ വിശാൽ ഒന്നും ചോദിക്കാതെ അത് വിശ്വസിച്ച് അമൃതാണെന്ന് കരുതി കുടിച്ചിറക്കും. നിനക്ക് പറഞ്ഞത് പിടികിട്ടിയോ? വിശാലിന് പാർവതിയെ അത്രമാത്രം വിശ്വാസമാണെന്ന്. അതുകൊണ്ട് ഞാൻ പ്രഭാവതി അമ്മയും ശേഖരമേനോനും വിവാഹിതരായി നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ നെഗറ്റീവ് കണ്ടെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് കാണാതെ തന്നെ അവനത് വിശ്വസിക്കും. ഞാൻ ശേഖരമേനോന്റെ ഭാര്യയായിരുന്നുവെന്ന് പാർവതി അവനെ ബോധ്യപ്പെടുത്തും. അങ്ങനെയൊക്കെ സംഭവിക്കും? നിനക്കിപ്പോഴും സംശയമാണോ? എന്നാൽ എനിക്ക് സംശയമേ ഇല്ല. അവള് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ കണ്ണുവടച്ച അത് വിശ്വസിക്കും. എങ്കിൽ പിന്നെ അത് കുഴപ്പമാവുമല്ലോ. അതാ പ്രതാപ ഞാൻ പറഞ്ഞത്. അതോർത്തിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഉരുകുന്നത്. ആ നെഗറ്റീവ് അവക്ക് കാണാൻ കണ്ട നേരം അതവക്ക് ഏത് നരകത്തിൽ നിന്നാണോ കിട്ടിയത്? ഇനി ചേച്ചിയുടെ മുറിന്നല്ല അവൾ എടുത്താണോ? എടാ, എന്റെ കയ്യിൽ നെഗറ്റീവ്സ് ഒന്നും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? നെഗറ്റീവ് അവള് കണ്ടത് മാത്രമല്ല പ്രശ്നം. പിന്നെ 18 വർഷം മുമ്പ് നമ്മൾ മറച്ചു വെച്ച ഒരു കാര്യം നമ്മളെ കൂടാതെ ഇപ്പൊ മൂന്നാമതൊരാള് കൂടി അറിഞ്ഞിരിക്കുന്നു. ചേച്ചി, അവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേച്ചി അത് ചിന്തിക്ക്. ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ ശേഖരമേനോന്റെ ഭാര്യയായിരുന്നു എന്ന സത്യം അറിയുന്ന ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ പാർവതി കൊല്ലണമെന്നാണ് ചേച്ചി പറയുന്നത്? പാർവതിയെ മാത്രമല്ല, സത്യം അറിയുന്ന ആരായാലും അവരെ അങ്ങ് തീർക്കണം. അതൊക്കെ നടപടിയുള്ള കാര്യമാണ് ചേച്ചി. അത് നടക്കണം. പാർവതി വഴി സത്യം വിശാൽ അറിഞ്ഞാൽ, അവനത് വിശ്വസിച്ചാൽ, അതിന്റെ പേരിൽ എന്നെ അവൻ സംശയിച്ചാൽ അവനെയും ഞാൻ കൊല്ലും. ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ വിശാലിനെയും ഞാൻ കൊല്ലും. ചേച്ചി ഒന്ന് പതുക്കെ പറ. പറഞ്ഞത് ഇവിടെ ആരെങ്കിലും കേട്ടാലേ ചേച്ചിക്ക് ആരും കൊല്ലേണ്ടി വരില്ല. ചേച്ചിയുടെ എന്റെ കാര്യത്തില് ഇന്ന് തന്നെ ഒരു തീരുമാനമാവും. പ്രതാപ, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയേ മതിയാവൂ. എനിക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളും പണവും അധികാരവുമാണ്. അതിനുവേണ്ടി ഗായത്രിയെ കൊല്ലാമെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യാൻ എനിക്കൊരു പേടിയില്ല, ഒരറപ്പുമില്ല. എന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. എന്താ, നിനക്ക് പേടിയാണോ? അതോ നിനക്ക് മടുത്തോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ എപ്പോഴും ചേച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. എങ്കിലും നീ ആദ്യം തീർക്കേണ്ടത് ആ പാർവതിയാണ്. അവളെ ഇനി അധിക നാൾ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചിരിക്കാൻ പാടില്ല. നീ പറയുന്നതില് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? പല്ലവി, ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത്. പിന്നെ ആത്മാർത്ഥത ഉണ്ടെങ്കിലേ എന്നെയും വിപിൻ സാറിനെയും ഒന്നിപ്പിക്കാനായി നീ ശ്രമിച്ചേനെ.
നീ അതല്ലല്ലോ ചെയ്യുന്നത്. എന്നെ എന്റെ ഭർത്താവിനെയും വേർതിരിക്കാനല്ലേ നീ ശ്രമിക്കുന്നത്. നീ കാരണം വിപിൻ സാറിന്റെ മുഖാമുഖം കാണാൻ പോലും താല്പര്യം കാണിക്കാത്തത്. പല്ലവി, വെറുതെ നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് എന്നെ കുറ്റക്കാരിയാക്കരുത്. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. നീ കാരണം വിപിൻ സാറിനെ ഉപേക്ഷിച്ചിട്ട് പോയാ ഇവിടെ നിന്റെ മുമ്പിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. അങ്ങനെ ഞാൻ ചത്ത അതിന്റെ കുറ്റവും പാപവും മുഴുവൻ നീ അനുഭവിക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെയാ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എന്റെ പൊന്നു മോളെ, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം, ഞാൻ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, എന്റെ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ച നിന്റെ ജീവിതം വേരോടെ ഞാൻ ഇല്ലാതാക്കും. ഓർത്തോ. മോളെ പല്ലവി, പാറു, പല്ലവി നിന്നെ കുറ്റപ്പെടുത്തുന്നതും നിന്നോട് വഴക്കിടുന്നതും എല്ലാം ഞാൻ കണ്ടു. ഇതിനൊരു പരിഹാരം കാണാൻ വിശാൽ സാറിന് മാത്രമേ സാധിക്കൂ. നീ ശേഖരമേനോനെ കുറിച്ച് വിപിൻ സാറിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ പല്ലവി നിന്നെ കണ്ടു. അവൾ നിന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? അതല്ലേ പല്ലവി ഇപ്പോൾ നിന്നോട് വഴക്കിടാൻ കാരണം? അതെ, നീ അത് കണ്ടോ? ഞാൻ കണ്ടു. പാറു, നീ നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും മറയ്ക്കാതെ വിശാൽ സാറിനോട് പറയണം. വിശാൽ സാറുമായി ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴി കണ്ടെത്തണം. അത് എത്രയും പെട്ടെന്ന് വേണം. വിശാൽ സാറാണ് നിന്റെ ശക്തി, അത് നീ ഓർമ്മിക്കണം. എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ എങ്ങനെയാ വിശാൽ സാറിനോട് തുറന്നു പറയുന്നത്? ആ രഹസ്യങ്ങൾ ഞാനായിട്ട് വിശാൽ സാറിനോട് വെളിപ്പെടുത്തിയ സാർ അത് വിശ്വസിക്കുമോ? ഇനി അഥവാ വിശ്വസിച്ചാൽ തന്നെ സാർ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? വളരെയേറെ ശ്രദ്ധയോടെ വേണം എല്ലാ വിവരങ്ങളും വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോ വിശാൽ സാറ് എന്നെ തെറ്റിദ്ധരിക്കും. പാർവതി, വിശാൽ സാർ, നീ എന്തായി ആലോചിക്കുന്നത്? കണ്ടിട്ട് എന്തോ ഗൗരവമായ വിഷയം തോന്നല്ലോ. അതെ സാർ. എന്തു പറ്റി? പറയടോ, ഞാനും കൂടി അറിയട്ടെ. വിശാൽ സാർ, ഞാൻ ആലോചിക്കുന്നത് പ്രഭാവതി അമ്മയുടെ നേർക്ക് നടന്ന വധശ്രമങ്ങളെ കുറിച്ചാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.